ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു കൊറിയൻ ഫേസ് മാസ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ്. എല്ലാവർക്കും യൂസ് ചെയ്തിട്ട് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഞാനിത് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. എനിക്കും നല്ല ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ സത്യത്തിൻ്റെ മെയിൻ ഗെയിം ചേഞ്ചർ റോളിൽ റൈസാണ്. റൈസ് എന്ന് പറയുമ്പോൾ അരിയല്ല, നമ്മൾ ചോറ് വെച്ചിട്ടാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. ചോറ് വേവിച്ചിട്ട്, അതായത് അരി വേവിച്ച് ചോറായിട്ടാണ് നമ്മൾ ചോറ് വെച്ചിട്ടാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഏത് ബൗളിലാണോ നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കുന്നത് ആ ഒരു ബൗളിലേക്ക് ഒരു ചെറിയ കപ്പ് അരി, അതായത് ചോറ് ഇട്ട് കൊടുക്കാം. നമ്മൾ എന്തോരമാണോ ചോറ് എടുത്തിരിക്കുന്നത് അത് മുങ്ങിക്കിടക്കാൻ രീതിയിൽ നമ്മളിതിലേക്ക് പാൽ ആഡ് ചെയ്യണം. പാലെന്ന് പറയുമ്പോൾ നമ്മുടെ റോ മിൽക്കാണ്, കാച്ചിയ പാലൊന്നും വേണമെന്നില്ല, നമ്മുടെ പച്ചപ്പാൽ ചേർക്കാം. അപ്പം അതിനുശേഷം നമ്മൾ അരി എന്തോരം എടുക്കുന്ന അനുസരിച്ച് വേണം. ഞാൻ എടുത്തിരിക്കുന്ന അരിക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അതും കൂടി അതിലേക്ക് ഇടാം. നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മളൊരു ജാറിലേക്ക് ഈ 3 ഐറ്റം കൂടി ഈ ജാറിലേക്ക് ഇടുക. എന്നിട്ട് ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഫേസിൽ അധികം പാടില്ലെങ്കിലും നമുക്ക് ചെറിയൊരു കഷ്ണം നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കേണ്ടതായിട്ടുണ്ട്. വളരെ കുഞ്ഞു കഷ്ണം മതി കേട്ടോ. നമ്മൾ ഫേസിൽ കൂടുതലും ലെമൺ ഒഴിവാക്കണം എന്നാണ് എല്ലാവരും പറയാറ്. പക്ഷേ ഈ മാസ്കിൽ നമ്മൾ കുറച്ച് നാരങ്ങ യൂസ് ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച് മാത്രം. അത് കൂടി പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാം. ഈ ലൈം ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു കട്ട പോലും ഇല്ലാതെ 2-3 പൊട്ടറ്റോസിന് നല്ല ഇതുള്ളത് കൊണ്ടിട്ട് നമുക്ക് 2-3 കട്ടകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ അത് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്തെടുത്ത പേസ്റ്റ് ഒരു പാനിലേക്ക് ഒഴിച്ച് വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കുക. നല്ല ഒരു ജെൽ ടൈപ്പിലാവണ രീതിയിൽ. ഇപ്പോൾ ഒരു കുറുക്ക് ടൈപ്പിലാണ്, നല്ല പേസ്റ്റായിട്ടാണ് നമുക്കിപ്പോൾ ഗ്രൈൻഡ് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്നത്. അത് ഒരു ജെൽ ടൈപ്പിലാവണ വരെ നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തിട്ട് ജെൽ ടൈപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. നിർത്താതെ ഇപ്പം ഞാൻ ഗ്രൈൻഡ് ചെയ്തതിൽ 2-3 പൊട്ടറ്റോസിൻ്റെ പീസ് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അത് കാര്യമില്ല, അത് മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബാക്കി ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നന്നായിട്ട് നിർത്താതെ ഇളക്കി കൊടുക്കണം. നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പാക്കിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് പോകും. നിർത്താതെ അടുക്കി പിടിക്കാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. വേണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ പീസൊക്കെ ഉണ്ടെങ്കിൽ ആ പീസ് എടുത്ത് കളഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് റിമൂവ് ആക്കിയിട്ട് നമുക്ക് ഇത് വേവിക്കാം, കുറുക്ക് പരുവത്തിലാക്കി എടുക്കാം. വേണമെങ്കിൽ അതവിടെ കിടന്നോട്ടെ, അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ കുറച്ചെങ്കിലും നമ്മൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കണം. നമ്മളിങ്ങനെ ഒരു 5 to 8 മിനിറ്റ്സ് നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ നന്നായിട്ട് നിർത്താതെ ഇളക്കി കൊടുത്ത് ഇതൊരു നല്ല ജെൽ ടൈപ്പിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു 5 to 8 മിനിറ്റ്സ് ആയി. ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു ജെൽ ടൈപ്പിലാണ് നമുക്ക് വേണ്ടത്. അത്യാവശ്യം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ആവി വരുന്നുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്. ഇപ്പോൾ ചൂടായിട്ട് ഇരിക്കുവാണ്. ഇത് ചൂടാറിക്കഴിഞ്ഞ് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ തന്നെ ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കൊറിയൻ ഫേസ് മാസ്ക് ആയിട്ട് വൈറലായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഫേസ് മാസ്ക് ആണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടുതൽ പേരും ബെറ്റർ റിസൾട്ട് കിട്ടിയെന്നാണ് പറഞ്ഞത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മുഖത്തെ ഫേസിലുള്ള നെക്കിലുള്ള ടാനിങ് ഒക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുക. പാലും റൈസും പൊട്ടറ്റോ ആൻഡ് നാരങ്ങ എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഇതിൽ ചിലപ്പോഴെങ്കിലും ഇല്ലാത്തത് പൊട്ടറ്റോ മാത്രമാണ്. ബാക്കി 3 എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് പാക്ക് കൊണ്ടിട്ട് നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുമെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.